ശബരിമല തീർത്ഥാടകർ ഭക്തിയും ആചാരാനുഷ്ഠാനങ്ങളും ഒരുപോലെ പാലിക്കണമെന്ന് ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി മീഡിയ ടുഡേ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മേൽശാന്തി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് നമ്മുടെ പോടല് വളരെ വിശിഷ്ടാതിഥികളായിട്ടുള്ള രണ്ടുപേരാണുള്ളത്. നിയുക്ത ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയും അതുപോലെ തന്നെ സ്വാമി അയ്യപ്പദാസും. ശബരിമല തീർത്ഥാടനം സമാഗതമായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് സന്നിധാനത്തേക്ക് എത്തുവാനായി തയ്യാറായിരിക്കുന്നത്. ഈ ഒരു അസുലഭമായ നിമിഷത്തിൽ നിയുക്ത മേൽശാന്തിക്ക് എന്താണ് നമ്മോട് പറയാനുള്ളതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം തിരുമേനി. നമസ്തേ. ഒരു തീർത്ഥാടന സമാഗതമായിരിക്കുകയാണ്. ലക്ഷോപലക്ഷം അയ്യപ്പന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് എത്തുന്നു. ഈ തീർത്ഥാടന കാലം തിരുമേനി ആദ്യമായി അയ്യപ്പ സേവയ്ക്കായി സന്നിധാനത്തെത്തുന്നു. എന്താണ് ഈ പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ളത്? നമുക്ക് എല്ലാവിധ അനുഗ്രഹം തരുന്ന ശ്രീ ധർമ്മശാസ്താവ് ഹരിഹരപുത്ര സ്വാമിയാണ്. 41 ദിവസം വ്രതമെടുത്ത് ഭഗവാനെ ഭക്തിപൂർവ്വം ഭജിച്ച് നമ്മൾ കെട്ടുനിറച്ച് നമ്മൾ ഭഗവാന്റെ സന്നിധിയിലെത്തുകയാണ് വേണ്ടത്. അത്തരം പ്രധാനമായും നമുക്ക് ഭക്തിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അതിനകത്ത് പ്രാധാന്യം നമുക്ക് വേണ്ടത്. ശബരിമല പുണ്യപൂങ്കാവനമായതിനാൽ പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയാം, അത് നമ്മുടെ പ്രകൃതിക്ക് തന്നെ ഒരു വലിയ ദോഷമാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാമിയാണ്, ഈശ്വരനാണ്, എല്ലാമാണ്. നമ്മൾ ശബരിമല ധർമ്മശാസ്താവിനെ കാണുന്ന പോലെ തന്നെ പ്രകൃതിയെ കണ്ട് അതിനെ സ്നേഹിക്കുകയും പരിഹരിക്കുകയും വേണം, സംരക്ഷിക്കുകയും വേണം. അന്നേരം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് മാക്സിമം നമുക്കത് കുറയ്ക്കുക എന്നുള്ളതൊരു ഭഗവത് ധർമ്മമായിട്ട് കണ്ട് നമ്മളൊക്കെ പാലിക്കണം. എന്നെങ്കിലും നമ്മുടെ ജീവജാലങ്ങൾക്കും നമുക്കും നമ്മുടെ പ്രകൃതിക്കും നിലനിൽപ്പുണ്ടാവും. പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളൊന്നുമില്ല. ആ പ്രകൃതി എന്ന് പറയുന്ന ഈശ്വരനാണ്. അത് കണ്ട് നമ്മൾ ആ സത്യം മനസ്സിലാക്കി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാനെ കാണാൻ എത്തുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ മണ്ഡലകാലത്ത് മുഴുവൻ ഭക്തർക്കും സുഗമമായ ദർശനമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതായി മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയും പറഞ്ഞു. മാളികപ്പുറത്തെയും ശബരിമലത്തെയും എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അനുശാസിച്ചുകൊണ്ട് വളരെ ഭയഭക്തി വിമാനത്തോടെ വരിക, തൊഴുക, പ്രാർത്ഥിക്കുക, പോവുക. ഒരപേക്ഷയുള്ളൂ. ഈ മണ്ഡലകാലത്ത് വരുന്ന ഒരു ഭക്തനും ഒരു മുള്ളു പോലും പോൽക്കാത്ത രീതിയിൽ ഈ ദർശനകാലം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാളികപ്പുറത്ത് ജീവിക്കാനായിട്ടുള്ള നിയോഗം കിട്ടിയ ഈ ഒരു ചരിത്ര നിമിഷത്തെ തിരുമേനി എങ്ങനെയാണ്? വളരെയധികം സന്തോഷം. എൻ്റെ നാട്ടുകാരും ഞാനും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും പുണ്യം. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മേൽശാന്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം പ്രസക്തിയുള്ളതാണ്. സന്നിധാനത്തേക്ക് എത്തുന്നവർ, ശബരിമല തീർത്ഥാടനത്തിനായി എത്തുന്നവർ പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുക. കാരണം പമ്പ മുതൽ സന്നിധാനം വരെയുള്ള സ്ഥലം എല്ലാം വളരെ പവിത്രവും പുണ്യവുമായ ഒരു പൂങ്കാവനം തന്നെയാണ്. അവിടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കണമെന്നാണ് മേൽശാന്തി ഭക്തജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തർ വ്രതശുദ്ധിയോടുകൂടി തന്നെ എത്തി അയ്യപ്പനെ ദർശിച്ചാൽ മാത്രമേ ആ ദർശനത്തിന് പൂർണ്ണ ഫലം കിട്ടൂ എന്നാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സന്നിധാനത്തും പമ്പയിലും എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ക്യാമറാമാൻ ഡയസ് കൃഷ്ണയ്ക്കൊപ്പം ശ്രീലാൽ ഇടുക്കി, മീഡിയ ടുഡേ ന്യൂസ്. എല്ലായിടത്തും വൈഫൈ, എല്ലാവർക്കും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.